പാറ്റ് കമ്മിൻസിൽ ഇങ്ങനെ ഒരു 6 ലോങ് ഓഫിൻ്റെ മുകളിൽ കൂടെ അതുകൊണ്ട് അങ്ങനത്തെ ഒരു ഷോട്ട് എങ്ങനെ കളിക്കാൻ പറ്റും. അതെ, അതും ലോങ് ഓഫിൽ സാമാന്യം നല്ല ദൂരമാണ്, സ്ട്രെയിറ്റിൽ സൈഡിലെങ്കിലും ചെറുതാണെന്നെങ്കിലും പറയാം, ബാക്കിൽ ചെറുതാണെന്നെങ്കിലും പറയാം, ഫ്രണ്ടിൽ ഒരുവിധം 70 യാർഡെന്ന് പറഞ്ഞാൽ 70 യാർഡ് ഉണ്ടാവും, ഫുള്ളുണ്ട്. അപ്പോൾ അത് അടിക്കാൻ പറ്റുക. അവിടെ ഫീൽഡ് മിഡ് ഓഫ് അകത്തായിരുന്നു, ചൂസ് ചെയ്യാണ്. ഈ വെറുതെ കിടന്ന് കറക്കുകയല്ല, പുള്ളിക്കാരൻ ചൂസ് ചെയ്ത് എവിടെ അടിക്കണം, ഏത് ബോളറിന് എന്താണെന്നുള്ള ഒരു ഷോട്ട് സെലക്ഷനും ഉണ്ട്. ഷോട്ട് സെലക്ഷൻ്റെ ഒപ്പം 230 സ്ട്രൈക്ക് റേറ്റ്, ഏറ്റവും കൂടുതൽ 6. അപ്പം ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഒരു ആദ്യത്തെ നമ്മുടെ അവാർഡ് ഫംഗ്ഷൻ ടോട്ടലി ഒരു 25 മിനിറ്റ് ഉണ്ടെങ്കിൽ 15 മിനിറ്റ് സൂര്യവംശി തന്നെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കാരണം പോവുകയാണ്, ഒന്ന് വാങ്ങിച്ച് വരികയാണ്, അടുത്ത കപ്പ് വാങ്ങിച്ചുകൊണ്ട് വരികയാണ്, അടുത്ത കപ്പ്, ഇങ്ങനെ പോയിട്ട് പുള്ളിക്കാരൻ്റെ ഓരോരോ ട്രോഫി ആയിട്ട് എല്ലാം പുള്ളിക്കാരൻ്റെ പേരിൽ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഹയസ്റ്റ് റൺ ഗെറ്റർ ആവുക എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു, ഇത്രയും സ്ട്രൈക്ക് റേറ്റിൽ ഇത്രയും കൺസിസ്റ്റൻസിയിൽ റൺ അടിക്കാൻ പറ്റുന്ന ഒരു കപ്പാസിറ്റി അത്ഭുതം തന്നെയാണ് കാണാൻ. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇന്ത്യൻ ടീമിൽ ശരിക്കും പറഞ്ഞാൽ സ്ഥാനമൊന്നുമില്ല, പക്ഷേ കഥവല്ല വേറെ മറ്റേ കഥവൊക്കെ എല്ലാം പൂട്ടിയിരിക്കുന്ന കഥവിനെ ഇടിച്ച് പൊളിച്ച് മറ്റേ ബുൾഡോസ് ചെയ്ത് അകത്ത് കയറും എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനാണ് പുള്ളിക്കാരൻ ഇപ്പോൾ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ മീൻസ് ഒരു സംഭവം തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് അത് അടുത്തിരുന്ന് കാണാൻ പറ്റുന്നതും പുള്ളിക്കാരനായിട്ട് നിൽക്കാൻ പറ്റുന്നതും വലിയൊരു നമുക്കൊരു ഭാഗ്യം തന്നെയാണ്. ഭയങ്കര കൗതുകം തോന്നി സാർ, ജസ്റ്റിൻ ലാംഗറൊക്കെ അങ്ങോട്ട് വന്നിട്ട് അതിപ്പം മറ്റേ കെവിൻ പീറ്റർസൺ വന്നിട്ട് ഒരു ഇൻ്റർവ്യൂവിൽ വന്നിരിക്കുന്ന സമയത്ത് ചോദിച്ചു ഏറ്റവും ഫാസ്റ്റായിട്ട് ഏറ്റവും കൂടുതൽ റൺ അടിച്ച എത്രയാണ്. അപ്പോൾ ഒരു 1 ഡേ മാച്ചിൽ 34-35 ഓവർ കളിച്ചുള്ള 40 ഓവർ മാച്ച് 45, അയാൾ 345 അടിച്ചു എന്ന്. പിന്നെ പുള്ളിക്കാർ ഉറപ്പിച്ച് പറയുകയാണ്, ഞാൻ എന്ന് 20 ഓവർ ഈ IPL ഞാൻ കളിക്കുമോ അന്ന് ഞാൻ ക്രിസ് ഗെയിലിൻ്റെ 175 ബ്രേക്ക് ചെയ്യും, ഡബിൾ സെഞ്ചുറി അടിക്കുന്നു. അതാണ്. അപ്പം അതാണ് മീൻസ് അത്രയും പുള്ളിക്കാരൻ ചിന്തിച്ചിട്ടോ അല്ലെങ്കിൽ പൊങ്ങച്ചത്തിന് വേണ്ടിയാണ്, അയാൾ കോൺഫിഡൻ്റ് ആയിട്ടാണ് പറയുന്നത്, അയാൾക്ക് പറ്റും, ഞാനത് ചെയ്യും. അതാണ് അയാളുടെ ഒരു നമ്മൾ പറയുന്ന സമയത്ത് അയാൾ വെറുതെ പറയുന്ന പോലത്തെ ഒരു പൊങ്ങച്ചോ അല്ലെങ്കിൽ അതല്ല, പുള്ളിക്കാരൻ ബിലീവ് ചെയ്യുന്നതാണ് എനിക്കിത് പറ്റും. അപ്പോൾ അതൊരു വേറെ ഒരു ലെവലിലുള്ള കോൺഫിഡൻസാണ്.